ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ദ മിറർ എന്ന യൂണിറ്റാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ദി ഐലൻഡ്. We have mobile phones, laptops, smart boards and many other gadgets today, which make our life easy and comfortable. We have mobile phones, laptops, smart boards and many other gadgets today. ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ബോർഡ്സ് അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. which make our life easy and comfortable. അത് നമ്മുടെ ലൈഫ് ഈസിയും കംഫർട്ടബിളും ആക്കി തീർക്കും. But there was a time when people did not have any of these. എന്നാൽ ജനങ്ങൾക്ക് ഇതുപോലുള്ള യാതൊരു ഉപകരണവും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. The African folk tale you are about to read describes a humorous incident that happened at a time when people had not even heard of many of the things that we use now. The African folk tale you are about to read. നിങ്ങൾ വായിക്കാൻ പോകുന്ന ഈ ആഫ്രിക്കൻ നാടോടി കഥ describes a humorous incident that happened at a time. ഒരിക്കൽ നടന്ന ഒരു തമാശ നിറഞ്ഞ ഒരു സംഭവമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിവരിക്കുന്നത്. When people had not even heard of many of the things that we use now. അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. എന്നാൽ നമുക്ക് സ്റ്റോറി കേട്ട് തുടങ്ങാം. Long ago, a fisherman and his wife lived on an island. Long ago, വളരെ പണ്ട്, എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ്, ഒരു മീൻപിടുത്തക്കാരനും അവൻ്റെ ഭാര്യയും ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്, ഒരു ഐലൻഡിൽ ജീവിച്ചിരുന്നു. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപ്, ഒരു ദ്വീപിൽ താമസിച്ചിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്, ഇതൊരു ഒറ്റപ്പെട്ട ഐലൻഡായിരുന്നു. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ്, ഐലൻഡിൽ താമസിച്ചിരുന്ന ജനങ്ങൾ ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്, സൈലൻറ്റും സിമ്പിളുമായിട്ടുള്ള ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല. They had no hairbrush nor mirrors either. അവർക്ക് ഹെയർ ബ്രഷ് ഉണ്ടായിരുന്നില്ല, എന്തിനാ ഒരു കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ല. The only way the islanders came to know about the world outside was through the ships that passed the island. The only way, ഒരേ ഒരു വഴി. The islanders came to know about the world outside. ഐലൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഐലൻഡിൽ താമസിക്കുന്നവർ. കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ്, പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. വാസ് ത്രൂ ദ ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്, ഐലൻഡിലൂടെ പാസ് ചെയ്തിരുന്ന കപ്പലിലൂടെയാണ് ഐലൻഡേഴ്സ് പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. ദ സെയിലേഴ്സ് ഇൻ ദ ഷിപ്പ് ത്രൂ ഓൾ ദ വോൺ ഔട്ട് ടൂത്ത് ബ്രഷസ്, broken buckets, torn shoes, etc. into the sea. The sailors in the ship, ഷിപ്പിലെ യാത്രക്കാർ, through old worn out toothbrushes. worn out toothbrush എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച പഴകിയ ടൂത്ത് ബ്രഷസ്. through അവർ വലിച്ചെറിയും. broken buckets, പൊട്ടിയ ബക്കറ്റുകൾ. torn shoes, പഴകിയ ഷൂസ്. എറ്റ്സെട്ര ഇൻ ടു ദ സീ, കടലിലേക്ക് വലിച്ചെറിയും. കപ്പലിലുള്ള യാത്രക്കാർ അവരുടെ പഴകിയ ബ്രഷും പൊട്ടിയ ബക്കറ്റ്, പഴകിയ ഷൂസ് തുടങ്ങിയവ കടലിലേക്ക് വലിച്ചെറിയുന്നു. When these things came ashore, the people of the island collected them.
വെൻ ദീസ് തിങ്സ് കെയിം അഷോർ, ഈ സാധനങ്ങൾ തീരത്തടുക്കുമ്പോൾ ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് കളക്റ്റഡ് ദം, ഐലൻഡിലെ ജനങ്ങൾ അത് കളക്ട് ചെയ്യും, ശേഖരിക്കും. ഫാദർ കംസ് അലൈവ്, ഫാദർ ജീവനോടെ തിരിച്ചു വരുന്നു. വൺ ഡേ ദ ഫിഷർമാൻ വാസ് വാക്കിംഗ് അലോങ് ദ സീഷോർ, വൺ ഡേ ഒരു ദിവസം ദ ഫിഷർമാൻ വാസ് വാക്കിംഗ്, ഫിഷർമാൻ മീൻപിടുത്തക്കാരൻ നടക്കുകയായിരുന്നു. അലോങ് ദ സീഷോർ, കടൽ തീരത്തൂടെ നടക്കുകയായിരുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഗോയിങ് ഔട്ട്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടായിരുന്നു, ഫസ്റ്റ് ടൈം ആയിരുന്നു ഹി വാസ് ഗോയിങ് ഔട്ട്, അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. ഓ മൈ ഫാദർ ഹൗ ലവിങ് ഹി വാസ് ഹി തോട്ട്, അയാൾ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓ മൈ ഫാദർ, എൻ്റെ അച്ഛ, ഹൗ ലവിങ് ഹി വാസ്, എത്ര സ്നേഹമുള്ള ആളായിരുന്നു. നെവർ ക്യാൻ ഐ സീ ഹിം അഗെയിൻ, ഇനി ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കാണില്ല. സഡൻലി എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്, സഡൻലി പെട്ടെന്ന് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്, ഒരു പ്രകാശം അയാളുടെ കണ്ണുകളിൽ പതിച്ചു. സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദ സാൻഡ്, സംതിങ് ഷൈനിങ്, എന്തോ ഒന്ന് പ്രകാശിക്കുന്നത്, വാസ് ലൈയിങ് ഓൺ ദ സാൻഡ്, മണലിൽ കിടപ്പുണ്ടായിരുന്നു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്, ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അയാൾ അത് എടുത്തു, ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്, എന്നിട്ടത് നോക്കി. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ, ഹി ഹാഡ് നെവർ സീൻ, അയാൾ അതൊരിക്കലും കണ്ടിട്ടില്ല. സച്ച് എ തിങ് ബിഫോർ, അങ്ങനെയുള്ള ഒരു വസ്തു ഇതിനു മുമ്പ് അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഹി സോ എ ഫേസ് ഇൻ ഇറ്റ്, അതിലയാൾ ഒരു മുഖം കണ്ടു, ഒരു ഫേസ് കണ്ടു. ഹി വാസ് സ്കേർഡ്, അയാൾ പേടിച്ചുപോയി. ഹി ത്രൂ ഇറ്റ് അവേ, അയാൾ അത് വലിച്ചെറിഞ്ഞു. ബട്ട് ആഫ്റ്റർ എ വൈൽ ഹി വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് അഗെയിൻ, ബട്ട് ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയത്തിന് ശേഷം, ഹി വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് അഗെയിൻ, അതിനടുത്തേക്ക് വീണ്ടും നടന്നു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ, ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അയാൾ അത് എടുത്തു. ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ, അതിൽ മുഖം വീണ്ടും കണ്ടു. ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ, ഹി ഹാഡ് നെവർ സീൻ, അയാൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഹിസ് ഓൺ ഫേസ് ബിഫോർ, ഇതിനു മുമ്പ് അയാളുടെ മുഖം അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്, ഹി തോട്ട്, അയാൾ കരുതി, ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്, അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫേസ് ആണെന്നാണ് കരുതിയത്. ഹി വാസ് വെരി ഹാപ്പി, അയാൾക്ക് വളരെ സന്തോഷമായി. ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ, ഹി താങ്ക്ഡ് ഗോഡ്, അയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ, അയാളുടെ അച്ഛൻ്റെ പിക്ചർ അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ദ പിക്ചർ, അയാൾ ആ പിക്ചർ നോക്കി ചിരിച്ചു. വാട്ട് എ സർപ്രൈസ്, ഇറ്റ് സ്മൈൽഡ് ബാക്ക്, വാട്ട് എ സർപ്രൈസ്, എന്തൊരു അതിശയം, ഇറ്റ് സ്മൈൽഡ് ബാക്ക്, അത് തിരിച്ചു ചിരിക്കുന്നു. ഹി ടേൺഡ് ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്, ഹി ടേൺഡ് ദ മിറർ, അദ്ദേഹം ആ മിറർ തിരിച്ചു പിടിച്ചു. ടു സീ, കാണാൻ വേണ്ടി, എന്താണ്, ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിറകിലെങ്ങാനും ഉണ്ടോ എന്നറിയാൻ വേണ്ടി മിറർ തിരിച്ചു പിടിച്ചു. ബട്ട് ഹി കുഡ് നോട്ട് സീ എനി വൺ, എന്നാൽ അയാൾ ഒന്നും കണ്ടില്ല, ആരെയും കണ്ടില്ല. വൺസ് മോർ ഹി ടേൺഡ് ഇറ്റ് ടു ഹിസ് ഫേസ്, വൺസ് മോർ, ഒരിക്കൽ കൂടി, ഹി ടേൺഡ് ഇറ്റ് ടു ഹിസ് ഫേസ്, അദ്ദേഹത്തിൻ്റെ ഫേസിന് നേരെ തിരിച്ചു. ആ മൈ ലവിങ് ഫാദർ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛ. ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ, അയാൾ അയാളുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹേർഡ് നത്തിങ്, ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ്, അയാളുടെ അച്ഛൻ്റെ ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങി.
ബട്ട് ഹി ഹേർഡ് നത്തിങ്. എന്നാൽ അയാൾ ഒന്നും കേട്ടില്ല. ഹി ബിക്കെയിം സാഡ്. അയാൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഹി ക്രൈഡ്. അയാൾ കരയാൻ തുടങ്ങി. ഹിസ് ഫാദർ ടു സീം ടു ക്രൈ. അയാളുടെ അച്ഛനും കരയുന്നുണ്ടായിരുന്നു. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹേർട്ട് ആൻഡ് വെന്റ് ഹോം. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹേർട്ട്. മിറർ അയാളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആൻഡ് വെന്റ് ഹോം, വീട്ടിലേക്ക് പോയി. ദ ഫൈറ്റ്. The fisherman reached home and called his wife in excitement. The fisherman reached home. Fisherman തിരിച്ച് വീട്ടിലെത്തി. And called his wife in excitement. ആശ്ചര്യത്തോടെ അയാളുടെ ഭാര്യയെ വിളിച്ചു. See who is there in it. നോക്കൂ, ഇതിൽ ആരാണെന്ന് നോക്കൂ. He showed her the mirror. അയാൾ ആ മിറർ ഭാര്യയെ കാണിച്ചു. ഷീ ലുക്ക്ഡ് ഈഗർലി ഇൻടു ഇറ്റ്. അവൾ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. ഷീ സൂ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. അതിലവൾ ഒരു വുമണിന്റെ, ഒരു സ്ത്രീയുടെ ഫേസ് ആണ് കണ്ടത്. ഓ മൈ മദർ, ഷീ ലുക്ക് സോ യങ്. ഷീ വാസ് ത്രിൽഡ്. ഓ എൻ്റെ അമ്മ, അവർ എന്ത് ചെറുപ്പമായിരിക്കുന്നു. ഷീ വാസ് ത്രിൽഡ്. അവർക്ക് ആവേശമായി. Where did you get this thing from? നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? മദർ. ഹൂസ് മദർ? അമ്മയോ? ആരുടെ അമ്മ? The fisherman turned the mirror towards his face. The fisherman turned the mirror. ഫിഷർമാൻ ആ മിറർ തിരിച്ചു പിടിച്ചു. Towards his face, തൻ്റെ മുഖത്തേക്ക് തിരിച്ചു പിടിച്ചു. It's my father. ഇതെൻ്റെ അച്ഛനാണ്. She grabbed the mirror from him and looked into it again. She grabbed the mirror from him. അവൾ അയാളിൽ നിന്ന് ആ മിറർ പിടിച്ചു വലിച്ചു. and looked into it again. അങ്ങനെ അതിലേക്ക് അവൾ വീണ്ടും നോക്കി. Are you joking? It's my mother. നിങ്ങൾ എന്താ തമാശ പറയാണോ? It's my mother. ഇതെന്റെ അമ്മയാണ്. She cried out. അവൾ കരയാൻ തുടങ്ങി. The man was annoyed and snatched the mirror from her hands. The man was annoyed. അയാൾക്ക് ദേഷ്യം വന്നു. And snatched the mirror from her hands. അവളുടെ കൈകളിൽ നിന്ന് ആ മിറർ അയാൾ പിടിച്ചു പറിച്ചെടുത്തു. He looked at it again to assure himself that it was his father. He looked at it again. അയാൾ അതിലേക്ക് വീണ്ടും നോക്കി. To assure himself. അയാൾ ഉറപ്പ് വരുത്താൻ വേണ്ടി. That it was his father. അത് തൻ്റെ അച്ഛനാണെന്ന്. അതിൽ തൻ്റെ അച്ഛനെ തന്നെയാണ് കാണുന്നതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അയാൾ വീണ്ടും നോക്കി. There is something wrong with you. You are going crazy. I will never show you this again, he said. There is something wrong with you. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. You are going crazy. നിനക്കെന്തോ ഭ്രാന്ത് പിടിച്ചോ? I will never show you this again. ഞാൻ ഇനി നിന്നെ ഇതൊരിക്കലും കാണിക്കില്ല. His wife tried to grab the mirror from him. അവൾ വീണ്ടും ആ മിറർ അയാളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. The fisherman held on to it. ഫിഷർമാൻ അത് അയാളിൽ തന്നെ പിടിച്ചു വച്ചു. They started battling for the mirror. അവർ രണ്ടുപേരും മിററിന് വേണ്ടി അടിപിടി കൂടാൻ തുടങ്ങി. The mirror fell down on the floor and broke into pieces. The mirror fell down on the floor. തറയിൽ ആ മിറർ വീണു. And broke into pieces. അതിന് കഷണങ്ങളായി പൊട്ടിപ്പോയി. They stopped fighting and looked at the pieces. They stopped fighting. അങ്ങനെ അവർ അടിപിടിയൊക്കെ നിർത്തി. And looked at the pieces. ആ കഷണങ്ങളിലേക്ക് നോക്കി. The pieces reflected their images. ആ കഷണങ്ങൾ അവരുടെ ഇമേജസ് തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്തത്. അവരെ തന്നെയാണ് ആ പീസസിൽ അവർ കണ്ടത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് നോക്കി എഴുതുക.